നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അനുഗ്രഹമാക്കി മാറ്റുന്നൊരു സ്ഥലമാണിത്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാകട്ടെ. ഉറുമ്പ് അതിന് കിട്ടിയ ധാന്യം അതിൻ്റെ അറകളിൽ സൂക്ഷിക്കണം. ദാരിദ്ര്യം വിട്ടുമാറണം. നമ്മുടെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് സാമ്പത്തിക പ്രതിസന്ധികൾ മാറണം. ശ്രദ്ധയോടെ സാമ്പത്തികം കൈകാര്യം ചെയ്യണം. വിവേകത്തോടെ അതിന് ആലോചന വേണം, പ്രാർത്ഥന വേണം, കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണം. നിങ്ങളുടെ വരുമാന മാർഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഒരുപക്ഷെ ടാക്സി ഓടിക്കുന്ന ആളായിരിക്കും, ഡോക്ടറായിരിക്കും, എഞ്ചിനീയറായിരിക്കും, രാഷ്ട്രീയക്കാരനായിരിക്കും, മത്സ്യബന്ധനമായിരിക്കും, പഠിപ്പിക്കുന്ന ആളായിരിക്കും, നഴ്സായിരിക്കും, ആരുമാകട്ടെ, കച്ചവടമായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ആ ഓരോ രൂപയ്ക്കും ദൈവത്തോട് നന്ദി പറയണം. കിട്ടുന്നത് അത് കൂടി ആലോചിച്ച് പ്രാർത്ഥിച്ച് അതിനെ വിവേകത്തോടെ കൈകാര്യം ചെയ്തോണം. ദാരിദ്ര്യം ഉണ്ടാവില്ല. സാമ്പത്തികമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മുടെ മേലുണ്ട്. നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കണമെന്നല്ല ദൈവ പദ്ധതി. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. ഈ വചനം അനേകരിലെത്തട്ടെ. ഈ വചനം നിങ്ങൾ സ്റ്റാറ്റസ് ഇടണം. ഈ വചനം നിങ്ങൾ ഷെയർ ചെയ്യണം. പള്ളിയുടെ ഗ്രൂപ്പിലും ബന്ധുക്കളുടെ ഗ്രൂപ്പിലും സുഹൃത്ത് ഗ്രൂപ്പിലൊക്കെ ഇടണം. കേൾക്കാൻ പറയണം. ഉപകാരം എവിടെയെങ്കിലുമൊക്കെ അനേകരുടെ ജീവിതത്തെ ഈ വചനമൊക്കെ മാറ്റിമറിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് ഒന്നിച്ച് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ ആലയത്തിൽ വരുന്നവർ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിയോഗം എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, എഴുതി പ്രാർത്ഥിക്കുന്നവരുണ്ട്, മുട്ടിലെറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്നവർ 33 ദിവസമാണ് ആ നിയോഗ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നത്. 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ അതൊരു വിശ്വാസമാണ്. എൻ്റെ നിയോഗത്തെ ദൈവം സാധിച്ചു തരുമെന്ന വിശ്വാസം. സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നാളെ 5:30 ഒരുമിച്ച് കേൾക്കണം വചനം. പറ്റുന്നത് പോലൊക്കെ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.